നമസ്കാരം. എല്ലാവർക്കും ജ്യോതിർമയി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. വ്യാഴം, ശനി, രാഹു, കേതുക്കൾ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 27 നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്ന 12 രാശിക്കാരുടെയും 2026 സമ്പൂർണ്ണ പുതുവത്സര ഫലങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം. ഈ രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന വർഷമായിരിക്കും 2026. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും. ഔദ്യോഗികപരമായി ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നു. സ്ഥലം മാറുവാനുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. അതായത് ജോലി മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസപരമായും വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന വർഷമായിരിക്കും 2026. കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന വീടിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൽ താമസിക്കുവാനും പുതിയ വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വാങ്ങുവാൻ സാധിക്കുന്നതുമായിരിക്കും. മെയ് മാസത്തോടുകൂടി വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള രാശിമാറ്റത്തിനോടനുബന്ധിച്ച് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങളുണ്ടായിരിക്കും. ഉന്നത പദവികളിൽ എത്തിച്ചേരുവാനുള്ള സാഹചര്യവും സംജാതമാകുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായി രണ്ടാം പകുതി അത്ര നന്നല്ല. ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. സൃഷ്ടിപരമായ കാര്യങ്ങളിൽ അംഗീകാരങ്ങൾ ലഭിക്കുവാൻ ഇടവരുന്നതായിരിക്കും. ആയതിനാൽ നിങ്ങളുടെ സർഗാത്മികത നന്നായി ഉണർത്തുക. തീർച്ചയായും അതിനുള്ള ഗുണഫലങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. ഈ രാശിക്കാർക്ക് എല്ലാവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവം രാശിക്കാരാണ്. ഈ രാശിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഷത്തിൻ്റെ ആരംഭത്തിൽ ധനനേട്ടം ഉണ്ടാകുവാൻ വളരെയധികം സാധ്യത കാണുന്നു എന്നുള്ളതാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വിപുലമാക്കുവാൻ പറ്റിയ സമയമാണ് 2026. അതിനനുസൃതമായിട്ടുള്ള ലാഭവും സിദ്ധിക്കുന്നതായിരിക്കും. വ്യാഴം മിഥുനൻ രാശിയിലൂടെയും സഞ്ചരിക്കുകയാകയാൽ ഈ രാശിക്കാരുടെ സൗഹൃദ ബന്ധമായിക്കോട്ടെ, സ്നേഹബന്ധമായിക്കോട്ടെ, സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ, ബന്ധങ്ങളിൽ എല്ലാം തന്നെ പുതുമയും സന്തോഷവും വരുന്നതായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കുടുംബത്തിൽ പുണ്യകർമ്മങ്ങൾ നടക്കുവാൻ ഇടവരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല വർഷമാകുന്നു 2026. പരീക്ഷാദി കാര്യങ്ങളിൽ ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ രാശിക്കാർക്ക് ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് മകീരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ 2026 ഫലങ്ങൾ പരിശോധിക്കാം. ഈ നക്ഷത്രക്കാരുടെ ജന്മരാശിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ പുതിയ പുതിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാകുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബാന്തരീക്ഷം ശോഭനീയപ്രദവും സന്തോഷപ്രദവും ആയിരിക്കും. ഔദ്യോഗിക രംഗത്ത് വളരെയധികം മുന്നേറ്റം ഉണ്ടാകും. ആയതിനാൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. വിവാഹാദി കാര്യങ്ങളിൽ തടസ്സം മാറിക്കൊണ്ട് വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് പുണർദം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരാണ്. ഈ കൂറുകാർക്ക് വർഷാരംഭത്തിൽ അത്ര നല്ല ഗുണാനുഭവങ്ങൾ ഇല്ലെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അനാവശ്യ ചെലവുകളും ഉണ്ടെങ്കിലും മെയ് മാസത്തിന് ശേഷം ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കുവാൻ ഇടവരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ധനനേട്ടവും സിദ്ധിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക്
ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടായിരിക്കും. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കുന്നതായിരിക്കും. പുതിയ വാഹനങ്ങൾ കൈവശം വന്നു ചേരുവാൻ സാഹചര്യമുണ്ടായിരിക്കും. ആത്മീയമായ മേഖലയിലേക്ക് മനസ്സ് ചേക്കേറുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. ചിലവുകൾ ഉണ്ടാകുമെങ്കിലും അത് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ 2026 ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാർക്ക് സാമ്പത്തികമായി വലിയ നേട്ടം പ്രതീക്ഷിക്കാം. ഗൃഹസംബന്ധമായി വലിയ പുരോഗതി ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് അവസരം വന്നു ചേരുന്നതായിരിക്കും. ഉന്നത പദവിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. സഹപ്രവർത്തകരിൽ നിന്നും ഉന്നത വ്യക്തികളിൽ നിന്നും സഹകരണവും പ്രോത്സാഹനവും ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും. ആത്മീയമായ കാര്യത്തിൽ പുരോഗതിയുണ്ടാകും. പുണ്യകർമ്മങ്ങളുടെ നേതൃത്വവും വഹിക്കുവാൻ ഇടവരുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ 2026 ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ 2026 ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാരുടെ വർഷാരംഭത്തിൽ പല വെല്ലുവിളികളെയും നേരിടേണ്ടി വരുന്നതായിരിക്കും. പല ആരോപണങ്ങൾക്കും വിധേയം ആകുവാൻ ഇടയുണ്ട്. എങ്കിലും മെയ് മാസത്തിന് ശേഷം കാര്യം വളരെ ശുഭകരമായിരിക്കും. ഭാഗ്യം കടാക്ഷിക്കുകയും ശോഭനീയമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനും സാധിക്കുന്നതായിരിക്കും. മുമ്പ് നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കുന്നതായിരിക്കും. ഔദ്യോഗിക രംഗത്ത് ഉന്നതരുടെ പ്രീതി നേടുവാൻ സാധിക്കുന്നതായിരിക്കും. മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കുവാൻ കഴിയും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഇടവരും. വരുമാനം കാര്യമായി വർദ്ധിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ 2026 ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാരുടെ ജോലി ഭാരം വർദ്ധിക്കുവാൻ ഇടയാകുമെങ്കിലും പിന്നീട് ഭാഗ്യവും സാമ്പത്തികമായി വലിയ നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 2026 ഈ കൂറുകാർക്ക് ബിസിനസ്സിൽ ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുവാൻ പറ്റിയ സമയമാകുന്നു. ആയതിനാൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാകുന്നു. പുരസ്കാരങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാൻ സാധിക്കുന്നതായിരിക്കും. നിർത്തിവെച്ചിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കുട്ടികൾ ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതായിരിക്കും. ഈ കൂറുകാർക്ക് 2026 ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ 2026 ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാകുന്നു 2026. എങ്കിലും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് നല്ല മുന്നേറ്റമുണ്ടാകും. വർഷത്തിൻ്റെ മധ്യത്തിൽ ചിലവുകൾ കൂടുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഫലങ്ങൾ ഗുണകരമായിരിക്കും. കുട്ടികൾ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സന്താനഭാഗ്യവും കുട്ടികൾ ഉള്ളവർക്ക് കുട്ടികളിൽ നിന്ന് നേട്ടവും ഉണ്ടാകുന്നതായിരിക്കും. ദീർഘകാലമായി പരിശ്രമിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ 2026 വർഷകാലത്തിൽ സാധിക്കുന്നതായിരിക്കും. ഈ കൂറുകാർക്ക് എല്ലാവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ 2026 ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാർക്ക് പുതിയ സാധ്യതകളുടെ വർഷമാകുന്നു ഈ 2026. ബന്ധത്തിൽ ദൃഢത്വം, മാധുര്യം എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും.
ദാമ്പത്യ സൗഖ്യം, പ്രണയ സാക്ഷാത്കാരം എന്നിവയും ലഭിക്കുന്നതായിരിക്കും. കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും. വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. വിദേശത്ത് നിന്ന് സാമ്പത്തിക നേട്ടം, വിദേശത്ത് ജോലി എന്നിവയൊക്കെ സിദ്ധിക്കുന്നതായിരിക്കും. വാഹനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ഉള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. ഈ വർഷത്തിൽ സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വിവാഹപ്രായമായവർക്ക് തടസ്സങ്ങൾ കൂടാതെ വിവാഹം നടക്കുവാൻ സാധ്യത കാണുന്നു. കുടുംബപരമായ സ്വത്ത് ഭാഗം വെച്ച് ലഭിക്കുവാൻ സാധ്യത കാണുന്നു. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ 2026 ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാർക്ക് 2026 വർഷത്തിൻ്റെ മധ്യത്തിൽ ചെറുതായി സമ്മർദ്ദം ഉണ്ടാകുമെങ്കിലും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഭാഗ്യം തെളിയുന്ന വർഷമായിരിക്കും 2026 വർഷകാലം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഏതെങ്കിലും മേഖലയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബപരമായ സ്വത്ത് ലഭിക്കുവാൻ ഇടവരുന്നതായിരിക്കും. പ്രണയിക്കുന്നവർക്ക് വിവാഹം നടക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. ഈ കൂറുകാർക്ക് 2026 ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് അവിട്ടം രണ്ടാം പകുതി, ചതയം, പുരുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ 2026 ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാർക്ക് സാമ്പത്തികമായി അനുകൂലമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക. കുടുംബാംഗങ്ങളുടെ സഹകരണം നല്ലവണ്ണം സിദ്ധിക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകുന്നു. ജോലി ലഭിക്കുവാനും ഉയർന്ന പദവിയിലേക്ക് ഉയരുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായി വളരെ മെച്ചമായിട്ടുള്ള സ്ഥിതിയായിരിക്കും 2026 ഉണ്ടാവുക. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇടവരുന്നതായിരിക്കും. ശത്രുക്കളുടെ മേൽ വിജയവും ശത്രുക്കൾ മിത്രങ്ങളായി വരുന്ന വർഷവുമാവുന്നു 2026. ധനം സമ്പാദിക്കുവാനുള്ള നല്ല ഒരു വർഷക്കാലമാവുന്നു 2026. ആയതിനാൽ ഈ കൂറുകാർ നന്നായി പരിശ്രമിക്കുക. സന്താന സൗഭാഗ്യവും സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതുമായിരിക്കും. ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ 2026 വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് പുരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ 2026 ഫലങ്ങൾ പരിശോധിക്കാം. കൂറുകാരുടെ പ്രധാനമായും കുടുംബാന്തരീക്ഷം വളരെ നന്നായിരിക്കും. പുതിയ വീട് സ്വന്തമാക്കുവാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. വർഷാരംഭത്തിൽ സന്തോഷവും തൊഴിൽ രംഗത്ത് ഉന്നതരുടെ അംഗീകാരം ലഭിക്കുവാനിടവരും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. സന്താനങ്ങളിൽ നിന്ന് വളരെയധികം നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ഫലങ്ങളാകുന്നു. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും പുണ്യകർമ്മങ്ങളിലും ദാനങ്ങളിലും ഏർപ്പെടുവാൻ ഉചിതമായിട്ടുള്ള കാലമാകുന്നു ഈ 2026 വർഷകാലം. എല്ലാ കൂറുകാർക്കും 2026 ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതുവത്സര ആശംസകൾ.